പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹീലിംഗ് ടച്ചിലേക്ക് സ്വാഗതം. സൗഖ്യത്തിലേക്കുള്ള ഈ പാതയിലൂടെ കഴിഞ്ഞ 2 ആഴ്ച നമ്മോടൊപ്പം സംസാരിക്കാനുണ്ടായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രഗത്ഭ ക്യാൻസർ ചികിത്സകന്മാരിൽ ഒരാളായ ഡോക്ടർ ശ്രീ തോമസ് വർഗീസ് ആണ്. വെൽക്കം ഡോക്ടർ. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം പറഞ്ഞു നിർത്തിയത് ഏർലി ഡിറ്റക്ഷൻ പ്രോഗ്രാംസ് ആൻഡ് ക്യാൻസർ പ്രിവെൻഷനെ കുറിച്ചാണ്. ഇന്ന് അദ്ദേഹം സംസാരിക്കാൻ പോകുന്നത് ക്യാൻസർ പ്രിവെൻഷൻ സ്റ്റാർട്ട്സ് ഇൻ കിച്ചൺ എന്നൊരു ടോപ്പിക്കിനെ കുറിച്ചാണ്. ഞാൻ അടക്കമുള്ള എല്ലാ സ്ത്രീകളും ഒട്ടൊരു കൗതുകത്തോടെ തന്നെ കേൾക്കുന്ന ഒരു സെന്റൻസ് ആണത്. ക്യാൻസർ പ്രിവെൻഷൻ സ്റ്റാർട്ട്സ് ഇൻ കിച്ചൺ. എൻ്റെ ആദ്യത്തെ ചോദ്യം, ശരിക്കും ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ? അവിടെ അടുക്കളയുടെ പ്രസക്തി എന്താണ്? 2 നല്ല ചോദ്യങ്ങളാണ്. ഒന്ന്, ഞാൻ ഈ കഴിഞ്ഞ 2 എപ്പിസോഡിലും പല പല കാരണങ്ങൾ കൊണ്ട് ക്യാൻസർ വരുമെന്നും പല രീതിയിൽ നമുക്കിതിനെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നൊക്കെ പ്രതിപാദിച്ചിരുന്നു. ക്യാൻസറിനെ തടയാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, ഈ ചോദ്യം ഇന്ന് ഏതാണ്ട് വൈദ്യശാസ്ത്ര രംഗത്തുള്ള ആൾക്കാരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ അതിലെ എനിക്ക് തോന്നുന്നു ഒരു 50% ആൾക്കാരും പറയും ഇംപോസിബിൾ. പിന്നെ പബ്ലിക് എങ്ങനെ അതിനെ പോസിബിൾ എന്ന് പറയും? പ്രയാസമായിരിക്കും. പക്ഷെ നമ്മൾ അതിനെ ഏത് പ്രശ്നങ്ങളെയും സങ്കീർണതയോടുകൂടി അതിൻ്റെ ട്രൂ സയന്റിഫിക് സ്പിരിറ്റിൽ അസസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ അതിലോട്ട് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നമുക്കറിയാം പല ക്യാൻസറുകളും നമുക്കിന്ന് പ്രിവെന്റ് ചെയ്ത് മാത്രമല്ല തടയാൻ സാധിക്കുന്നതാണ്. ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, ആർ യു ഇമ്മ്യൂണൈസ്ഡ് ഫോർ ഹെപ്പറ്റൈറ്റിസ് ബി? ഇല്ല. ദാറ്റ്സ് ഇറ്റ്. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഒരു വൈറസ് ജന്യ അസുഖമാണെന്നും സാധാരണ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണെന്നും ഈയിടെ നമ്മൾ ഒരു വില്ലേജിൽ മുഴുവൻ ആൾക്കാർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വന്ന് ഭയങ്കര വാർത്തയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അല്ലേ? ഈ എറണാകുളത്തിന് അടുക്കള ഒരു സ്ഥലത്ത് തന്നെ. എന്തുകൊണ്ടാണ് അങ്ങനെ പടർന്നു പിടിച്ച ഹെപ്പറ്റൈറ്റിസ് ബി? അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന അസുഖം പടരുന്നത് രക്തത്തിൽ കൂടെയാണെന്നും രക്തസ്രവങ്ങളിൽ കൂടെയാണെന്നും പല സാഹചര്യത്തിലും സ്കൂളിലെ കുഞ്ഞുങ്ങൾ മുതലുള്ള ആൾക്കാർക്ക് ജീവിതത്തിന്റെ ഏതെങ്കിലും സിറ്റുവേഷനൊക്കെ വാക്സിനേഷൻ എടുക്കേണ്ടിയോ അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്തൊക്കെ മറ്റൊരു രോഗിക്ക് ഒരുപക്ഷെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ആളുടെ ഇഞ്ചക്ഷൻ നീഡിൽ ഉപയോഗിച്ച് നമ്മളെ ഇഞ്ചക്ട് ചെയ്താൽ ഇത് ഉണ്ടാവും എന്നൊക്കെയുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ ഹെപ്പറ്റൈറ്റിസ് ബി ഒരിക്കൽ വന്നു കഴിഞ്ഞിട്ട് അത് ക്രോണിക് കാരിയർ സ്റ്റേജ് ആയി കഴിഞ്ഞാൽ അവർക്ക് സിറോട്ടിക് ലിവർ ഉണ്ടായി മാറും. ഈ സിറോസിസ് പിന്നെ ക്യാൻസറായിട്ട് മാറും. അപ്പോൾ ആ രോഗി അവസാനം മരണമടയാൻ പോകുന്നത് ഹെപ്പാറ്റിക് ക്യാൻസർ കൊണ്ടായിരിക്കും. ഇത് ആദ്യകാലത്ത് വാക്സിനേഷൻ കൊണ്ട് ഈ ഹെപ്പറ്റൈറ്റിസ് ബിയെ തടയുമായിരുന്നെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം. ഇതേപോലെ നിരവധി ക്യാൻസറുകളെ നമുക്കിന്ന് വാക്സിനേഷൻ കൊണ്ട് തടയാൻ സാധിക്കും. ഞാൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസും സർവിക്സ് ക്യാൻസറും പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിനകത്ത് വെജിറ്റബിൾ വെച്ച് കഴിഞ്ഞാൽ ആമാശയ ക്യാൻസർ തടയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റും. ലോകത്തിലെമ്പാടും ഉള്ള സ്ഥിതിവിവര കണക്കുകൾ നോക്കുകയാണെങ്കിൽ ആമാശയ ക്യാൻസറിന്റെ ഇൻസിഡൻസ് വളരെ കുറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അത് റെഫ്രിജറേഷൻ കൊണ്ടാണ് സാധിച്ചതെന്ന് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയത് ഇപ്പോഴാണ്. വെജിറ്റബിൾസ്, റോ വെജിറ്റബിൾസ് കുക്കിങ്ങിന് മുമ്പേ നമ്മൾ റെഫ്രിജറേറ്റ് ചെയ്യുവാണെങ്കിൽ ഹെലിക്കോബാക്ടർ പൈലോറൈ എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, അതിന് വളരാൻ സാധിക്കില്ല. എച്ച് പൈലോറൈ എന്ന് പറയുന്ന ഈ ബാക്ടീരിയയാണ് ആമാശയ ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് ഇന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഫുഡ് പച്ചക്കറികൾ റെഫ്രിജറേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പ്രിവെന്റ് ചെയ്യുവാണ്. സർക്കംസെഷൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളിൽ സർവിക്സ് ക്യാൻസറിന്റെ എണ്ണം കുറയുന്നു എന്ന് മുസ്ലിം സമുദായങ്ങളും ജൂയിഷ് പോപ്പുലേഷൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊരു കോമൺ സംഗതിയാണ്. അപ്പൊ നിരവധി സാധാരണ കാര്യങ്ങൾ നമുക്കുണ്ട്. മാൽ ഡിറക്റ്റഡ് ടൂത്ത്, അൾസർ ഉണ്ടാക്കാൻ കഴിവുള്ള ഷാർപ്പായിട്ടുള്ള ടൂത്ത് നാവിൽ ഉരഞ്ഞു കഴിഞ്ഞാൽ നാവിൽ ക്യാൻസർ ഉണ്ടാവും. ഇന്ന് എനിക്ക് ഏതാണ്ട് മിനിമം 10-14 രോഗികൾ, ഒരിക്കലും പുകയില ഉപയോഗിച്ചിട്ടില്ലാത്ത 10-14 പേഷ്യൻസ് എനിക്കുണ്ട്. അവരുടെ നാവിൽ പല്ല് ഉരഞ്ഞിട്ട് മാത്രം ക്യാൻസർ ഉണ്ടായവർ. അപ്പം അങ്ങനെയും നമുക്ക് തടയാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് മെത്തേഡ് ഇന്ന് അവൈലബിൾ ആണ്. ഈ അടുക്കളയും കിച്ചനും ഒക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാരണം, എങ്ങനെയാണ് ഈ ക്യാൻസർ പ്രിവെൻഷൻ സ്റ്റാർട്ട്സ് ഇൻ കിച്ചൺ എന്നുള്ള ഈ ലേബല് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ പുറകിൽ കാരണമുണ്ട്. 2002 സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഏതാണ്ട് 6.3 മില്യൺ ആൾക്കാർ ഒരു വർഷം ലോകത്തിൽ മരണമടയുന്നു. 13 മില്യൺ പുതിയ ക്യാൻസർ രോഗികൾ ഉണ്ടാവുന്നതായിരുന്നു പഠനങ്ങൾ കാണിച്ചു. 2010 ആയപ്പോഴേക്ക്
ഈ 6.3 മില്യന്റെ സ്ഥാനത്ത് 13 to 14 മില്യൺ പീപ്പിൾ ആർ ഡൈയിങ് ഫ്രം ക്യാൻസർ. ഡബിൾ, 8 വർഷം കൊണ്ട് ഡബിൾ. ഏതാണ്ട് ഈ 12 മില്യൺ ആൾക്കാരുടെ ഇൻസിഡൻസ് പറയുന്ന സ്ഥലത്ത് 20 മില്യൺ ആൾക്കാർ ക്യാൻസർ വരുന്നത്. ഈ ലോകാരോഗ്യ സംഘടന പറയുന്നത് വികസിത രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ക്യാൻസർ ഇൻസിഡൻസിനേക്കാൾ കൂടുതൽ വികസിക്കാൻ വെമ്പൽ കൊള്ളുന്ന രാജ്യങ്ങളിലാണ് കാണുന്നത്. റാപ്പിഡ് എർബനൈസേഷൻ സംഭവിക്കുന്നത് ഈ വികസിക്കാൻ വെമ്പൽ കൊള്ളുന്ന രാജ്യങ്ങളിലാണ്. ഇന്ത്യ ഉൾപ്പെടെ, ചൈന ഉൾപ്പെടെ, സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, ആഫ്രിക്ക ഉൾപ്പെടെ രാജ്യങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. ഇങ്ങനെ ഈ റാപ്പിഡ് എർബനൈസേഷൻ സംഭവിക്കുമ്പോൾ ആ കൂട്ടത്തിൽ എന്തുണ്ടാവും? പുരോഗമനം ഉണ്ടാവും. ഈ പുരോഗമനം അതിന്റെ കൂട്ടത്തിൽ അല്പം നമ്മുടെ ഭക്ഷണ പ്രക്രിയകളിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. 3 നേരം ചോറ് കഴിച്ചുകൊണ്ടിരുന്ന, നെല്ല് കുത്തിയരി ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ ഹാംബർഗർ കഴിക്കാൻ ആരംഭിക്കുന്നു. ചിക്കൻ ജീവിതത്തിൽ കഴിക്കുന്നത് വല്ലപ്പോഴും ആഘോഷങ്ങളിലായിരുന്ന ആൾക്കാർ എല്ലാ ദിവസവും കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ ഇല്ലെങ്കിൽ കഴിക്കാൻ പറ്റാതെ വരുന്നു. സാധാരണ വീടുകളിൽ വളർത്തിക്കൊണ്ടിരുന്ന, ധാന്യങ്ങൾ കൊടുത്ത് വളർത്തിക്കൊണ്ടിരുന്ന കോഴികളെ കൊന്നിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്ന, വിരുന്നുകാർ വന്നാൽ വിരുന്ന് കൂട്ടിക്കൊണ്ടിരുന്ന അമ്മമാര് വിരുന്നുകാർ വരുന്നെന്ന് പറയുമ്പോൾ അടുത്തുള്ള കടയിൽ പോയി ബ്രോയിലർ ചിക്കൻ കൊണ്ടുവന്നിട്ട് ചിക്കൻ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നു. ഈ ബ്രോയിലർ എങ്ങനെ ബ്രോയിലറായെന്ന് അവർ നോക്കുന്നില്ല. അവർ എൻ പ്രോഡക്റ്റ് മാത്രമേ കാണുന്നുള്ളൂ. ഹോർമോൺ കുത്തിവെച്ച് വളർത്തിക്കൊണ്ടിരിക്കുന്ന കോഴികളെ കഴിച്ച് വളരുന്ന, ഹോർമോൺ അഡിക്റ്റായി മാറുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറും. 14 വയസ്സ് ഋതുമതികളായിരുന്ന കുട്ടികളുണ്ടായിരുന്ന കാലത്ത് 7 വയസ്സിൽ കുട്ടികൾ ഋതുമതികളാവുന്നു, പെൺകുട്ടികൾ പ്രായപൂർത്തിയാവുന്നു. എവറി ഫുഡ് ഫാക്ടർ ഈസ് ചേഞ്ചിങ്. അപ്പം ഡെവലപ്മെന്റ് നമുക്ക് കൊണ്ടുത്തരുന്ന പല അസുഖങ്ങളുടെ കൂട്ടത്തിൽ, ഡയബറ്റീസ് ഉൾപ്പെടെയുള്ള അസുഖങ്ങളുടെ കൂട്ടത്തിൽ മുൻപന്തി വന്നു കഴിഞ്ഞു ക്യാൻസർ. അപ്പം പ്രോഗ്രസ് ഇൻ ദ കൺട്രി ഈസ് ബ്രിങ്ങിങ് ഇൻ പ്രോസ്പെരിറ്റി. Prosperity is bringing diseases, of which food changes is bringing the biggest problem for cancer. അതുകൊണ്ടാണ് ക്യാൻസർ പ്രിവെൻഷൻ സ്റ്റാർട്ട്സ് ഇൻ കിച്ചൺ പറയാൻ കാര്യം. എല്ലാ സമൂഹത്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്തുവാണ്? ഫാമിലി. സോ ദാറ്റ് ഫാമിലി, ഇൻ ദ ഫാമിലി ഡിസൈഡഡ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതുകൊണ്ടാണ് ഈ ടോപ്പിക് ഞാൻ പറയാൻ കാര്യം. അപ്പോൾ സ്ത്രീകളാണ് കുടുംബത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും ഭർത്താവിന്റെയും കുട്ടിയുടെയും മാതാപിതാക്കളുടെ ആരോഗ്യത്തിനെ കുറിച്ചും കുറച്ചൊരു കൺസേൺഡ് ആയിട്ടിരിക്കുന്നവർ വീട്ടിലുള്ള സ്ത്രീകളാണ്. പുരുഷന്മാർക്കും കുക്ക് ചെയ്യാം കേട്ടോ, ചെയ്യരുതൊന്നുമില്ല, പഠിക്കാം. ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഫാമിലി യൂണിറ്റില് പുരുഷനും സ്ത്രീയും എല്ലാം കുക്കിംഗ് പഠിച്ചിരിക്കണം. പുരുഷന്മാരൊക്കെ ഇത് കേൾക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീട്ടിലുള്ള അടുക്കളയിൽ കയറുന്ന സ്ത്രീയും പുരുഷനും എല്ലാം അടുക്കളയിൽ നിന്ന് അത്യാവശ്യം അടിച്ചിറക്കേണ്ട സബ്സ്റ്റൻസസ് എന്തൊക്കെയാണ്? അതായത് ചില ഭക്ഷ്യ സാധനങ്ങൾ, ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ കെൻഡക്കി ഫ്രൈഡ് ചിക്കൻ എന്നും കഴിച്ചാൽ പ്രശ്നമാണെന്ന് നമുക്കറിയാം. അതല്ലാതെ നമ്മൾ വീട്ടിൽ നിത്യവും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ചില സാധനങ്ങൾ പ്രശ്നക്കാരുണ്ടോ? അധികമായ അമൃതും വിഷമാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രധാനമായിട്ടും നമ്മുടെ ഈ ഇപ്പോഴത്തെ ജീവിത ശൈലി അനുസരിച്ച് 5 വെളുത്ത വസ്തുക്കളെ പറ്റി ഒരു കൺസേൺ ആയിട്ടുണ്ട്. ഈ 5 വെളുത്ത വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഷുഗർ ക്യാൻസർ ഉണ്ടാക്കുന്നുള്ള അറിവ് ഇപ്പോൾ ആൾക്കാരിലോട്ട് വന്നു തുടങ്ങി. കാര്യം ഈ റാപ്പിഡ്ലി പ്രോലിഫറേറ്റിംഗ് സെൽസ്, ക്യാൻസർ കോശങ്ങൾക്ക് വളരാൻ ഏറ്റവും കൂടുതൽ എനർജി ആവശ്യമുള്ളതാണ്. കാര്യം അതിലോട്ട് പോകുന്ന ബ്ലഡ് വെസൽസിന് പ്രത്യേകത, അതിന് ആ എൻഡോത്തീലിയം മാത്രമേ ഉള്ളൂ. പമ്പ് ചെയ്യപ്പെടുന്ന രക്തത്തിനകത്ത് ആവശ്യത്തിനുള്ള ലെവലിലുള്ള ഗ്ലൂക്കോസ് എത്തിയെങ്കിൽ മാത്രമേ ഇതിന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഗ്ലൂക്കോസ്, ഷുഗർ എന്ന് പറയുന്നത് ഒരു ഫാക്ടറായി മാറി. 2 സോൾട്ട്, ഇതൊക്കെ നമ്മൾ അടുക്കളയിൽ നിന്ന് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെ. സോൾട്ടഡ് ഫുഡ്, അത് സോൾട്ടഡ് നോൺ വെജിറ്റേറിയൻ ബീഫ് പോലുള്ള സാധനങ്ങളായിരിക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ. ഹാംബർഗർ നിങ്ങൾ കണ്ടു കാണും പുറത്തൊക്കെ പോയിട്ടുള്ള ആൾക്കാർക്ക്. അതുപോലെ സോൾട്ടഡ് മീറ്റ്, സോൾട്ടഡ് ഫിഷ്, ഇതൊക്കെയും ക്യാൻസറിന് കാരണമായിട്ടെന്ന് കാണിക്കപ്പെടുന്ന സംഗതികളാണ്. സോൾട്ടഡ് മീറ്റും ഫിഷ് എന്ന് പറഞ്ഞത് പ്രോസസ്ഡ്. മൂന്നാമത്തെ കോമൺ സംഗതി എന്ന് പറയുന്നത് വൈറ്റ് റൈസ്. ഇത് ഫാഷനബിളായി മാറിക്കഴിഞ്ഞു. ഈ വൈറ്റ് റൈസിന് എന്താ പ്രയോജനമുള്ളത്? സ്റ്റാർച്ച് അല്ലാതെ ഒന്നുമില്ല ഇതിനകത്ത്. മനുഷ്യന് ആവശ്യമുള്ളത്, പ്രകൃതി മനുഷ്യന് കൊടുത്തത് വൈറ്റ് റൈസ് അല്ല. പ്രകൃതി മനുഷ്യന് കൊടുത്തത് ഒരു കവറിങ് ഉള്ള നെല്ല്, മണ്ടയ്ക്ക് ഉമിയുടെ താഴെ തവിടുള്ള, തവിടിന് താഴെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വെച്ചിരിക്കുന്നതായിട്ടുള്ള സ്റ്റാർച്ചുള്ള ഒരു സാധനമാണ് കൊടുത്തിരിക്കുന്നത്.
നമ്മൾ വളരെ തന്ത്രപൂർവ്വം ഭൂമി ഏതായാലും കഴിക്കാൻ പറ്റില്ലല്ലോ, തന്ത്രപൂർവ്വം അതിനകത്തുള്ള ആ പ്രൊട്ടക്റ്റീവ് സാധനത്തിനെ അങ്ങ് മാറ്റിക്കളയും, അതായത് തവിടിനെ. മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം തവിടാണെന്ന് നമുക്കറിയില്ല. ബ്രൗൺ ബ്രെഡും ബ്രൗൺ റൈസും ഒക്കെ വളരെ പോപ്പുലറാണ് വെസ്റ്റേൺ രാജ്യങ്ങളിൽ. അവരിപ്പോൾ അങ്ങോട്ടാണ് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത്? കാരണം ഈ തവിടിനകത്ത് മനുഷ്യന് ആരോഗ്യം കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. ബി കോംപ്ലക്സ് ഉണ്ട്, ബ്രാൻ ഓയിലുണ്ട്, ഏറ്റവും ബെസ്റ്റ് ഓയിൽ. ഹാർട്ട് അറ്റാക്ക് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ omega-3 ഫാറ്റി ആസിഡ് വേണം. ക്യാൻസർ പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ഇത് വേണം. ഇറ്റ്സ് കമ്മിങ് ഫ്രം ബ്രാൻ ഓയിൽ. അതേപോലെ സൊല്യൂബിൾ ഫൈബർ, ഇൻസൊല്യൂബിൾ ഫൈബർ, ഇതെല്ലാം ഈ ബ്രാനിനകത്തുണ്ട്. അതായത് വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറത്തേക്ക് കളയണമെങ്കിൽ ബ്രാൻ വേണം. പക്ഷെ മലയാളി കഴിക്കുന്ന റൈസ് നോർത്ത് ഇന്ത്യൻ ലോബിയുടെ പുഷ് കൊണ്ട്, പ്രഷർ കൊണ്ട്, ഇല്ലെങ്കിൽ എവിടെയോ വന്നു ചേർന്ന മൗഢ്യധാരണകൾ കൊണ്ട് ക്ലീൻ വൈറ്റ് സാധനം അത് മാത്രമേ നമ്മൾ കഴിക്കാറുള്ളൂ. നാലാമത്തെ പ്രധാന സംഗതി എന്ന് പറയുന്നത് മലയാളിയുടെ ഇന്നത്തെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മലയാളി ജനങ്ങളുടെ പ്രിയപ്പെട്ട ഭക്ഷണം അറിയാമല്ലോ, പൊറോട്ട. ഈ പൊറോട്ടയുടെ ഗുണം, ഇതിനകത്ത് ഈ മൈദയ്ക്കകത്ത് യാതൊരു പ്രയോജനപ്പെടുന്ന സാധനങ്ങളും ഇല്ല, ഫൈബറുകളില്ല. ഇതിലുണ്ടാക്കുന്ന ടെക്നോളജി വൈസ് ഓയിലിന്റെ യൂസ് വ്യത്യാസമായിട്ട് വരുന്നു. അപ്പൊ ഇത് നമ്മുടെ അൺഹെൽത്തി ഫുഡിന്റെ ഒരു ഭാഗമായിട്ട് മാറി എന്നുള്ളത് സത്യമാണ്. അഞ്ചാമത്തെ കാര്യം പറയുമ്പോൾ ആൾക്കാർക്ക് സങ്കടമുണ്ടാവും. കാരണം അത് ഇമോഷണൽ ആസ്പെക്ട് വരുന്നതാണ്. അതാണ് പാല്, മിൽക്ക്. ഈ അഞ്ചാമത്തെ വൈറ്റ് സാധനം. പാല് അപകടകാരിയാണെന്നുള്ള കാര്യം ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന ഒരു പേഷ്യന്റിനോട് ആരും പാൽ കുടിക്കാൻ പറയോ? ഇല്ലല്ലോ. കാരണം എന്താ? പാലിനകത്ത് കൊളസ്ട്രോൾ, പാലിനകത്ത് ഫാറ്റ്, ഗീ, പാലിനാണ് ഗീ ഉണ്ടാക്കുന്ന നെയ്യ്, ഈ വക സാധനങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് അവരോട് നോ പറയും. പക്ഷെ പാലിനകത്ത് വേറെ പല സാധനങ്ങളും ഉണ്ട്. ഈ പ്രോട്ടീനും ഫാറ്റും ഇത് ഷുഗറും ഒന്നും അല്ലാതെ ഇതിനകത്ത് ഒരു കുഞ്ഞ് വളരാനുള്ള പ്രധാനമായിട്ടുള്ള ഗ്രോത്ത് ഹോർമോൺസ് പാലിനകത്തുണ്ട്. അതുകൊണ്ടാണ് 4 മാസം വരെ വേറൊരു ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട്. അമ്മയിൽ നിന്ന് കുഞ്ഞിലോട്ട് സ്നേഹത്തിന്റെ ഒപ്പം ഈ പറഞ്ഞ സാധനങ്ങളും ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇവയൊന്നുമല്ലാത്ത വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നവും പാലിനകത്തുണ്ട്. അതിന്റെ പേരാണ് ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ. ഇൻസുലിൻ ലൈക്ക് ഗ്രോത്ത് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ക്യാൻസറിനെ ഉദ്ദീപിപ്പിക്കാൻ കഴിവുള്ള ഒരു ഏജന്റ്. പ്രധാനമായിട്ടും ബ്രസ്റ്റ് ക്യാൻസറിനെയും ഓവറി ക്യാൻസറിനെയും യൂട്രസ് ക്യാൻസറിനെയും പ്രോസ്റ്റേറ്റ്, പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെയും സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് ഇൻസുലിൻ്റെ ഗ്രോത്ത് ഫാക്ടർ. അപ്പോൾ ഈ പാലിൻ്റെ അമിത ഉപയോഗം അപകടകാരിയാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വരാത്തതിന് കാരണം പരമ്പരാഗതമായി നമ്മുടെ ആൾക്കാരുടെ ഉള്ളിൽ രൂഢമൂലമായിരിക്കുന്ന പ്രധാന മൗഢ്യധാരണയാണ് പാലൊരു സമ്പൂർണ്ണ ആഹാരമാണ്. ആരും അന്ന് റിസർച്ച് ഒന്നും നടത്തിയിട്ടില്ല. ഞാൻ ഈ പറയുന്നത് എൻ്റെ സ്വന്തം ക്രിയേഷൻ ഒന്നുമല്ല. ഹാർവാർഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി 1998 പബ്ലിഷ് ചെയ്ത് പുറത്തുവിട്ട ഒറിജിനൽ സയന്റിഫിക് ആർട്ടിക്കിളിൽ നിന്നാണ് ഞാൻ ഈ കോട്ട് ചെയ്ത് പറയുന്ന കാര്യം. പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, ന്യായമായിട്ടും. അതിപ്പോൾ ഓസ്ട്രേലിയ ആയാലോ ന്യൂസിലൻഡ് ആയാലോ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലോ ഒക്കെ. എന്നാൽ ഒരു അമേരിക്കൻ രാജ്യത്ത് പോയിട്ട് പാലൊരു ചായ കുടിക്കാൻ ചോദിച്ചാൽ കിട്ടുമോ? വെരി റെയർ. അല്ലെങ്കിൽ കോഫി, അവരൊക്കെ ബ്ലാക്ക് കോഫി ഡ്രിങ്കേഴ്സാണ്. സൗത്ത് അമേരിക്കയിൽ പോയി നോക്കുക, ബ്ലാക്ക് കോഫി ഡ്രിങ്കേഴ്സാണ്. ചൈനയിൽ പോവുക, നോബഡി പുട്സ് മിൽക്ക് ഇൻ ടു ടീ. ജപ്പാനിൽ പോവുക, അല്ലെങ്കിൽ കൊറിയയിൽ പോവുക, ഏഷ്യൻ കൺട്രി, ഇന്ത്യ, മേ ബി ശ്രീലങ്ക, അതല്ലെങ്കിൽ പാകിസ്ഥാൻ, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലാണ് ഈ പാലിന്റെ ഈ ഉപയോഗത്തെ പറ്റി കൂടുതലായിട്ടുള്ള കൺസേൺ. അപ്പോൾ കുട്ടികൾക്കും നമ്മൾ പാല് കൊടുക്കേണ്ട കാര്യമില്ലെന്നാണ് കുട്ടികളുടെ അമ്മയുടെ പാല് കൊടുക്കണം. അല്ല, ബ്രസ്റ്റ് മിൽക്ക് ഫീഡിങ്ങിന്റെ കാലം കഴിഞ്ഞാൽ അതിനുശേഷം രാജ്യങ്ങളിലൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഡോക്ടർ, അത് പശുവിന്റെ പാൽ അത്ര ഉപദ്രവം ഉള്ളതാണോ, അതോ ഈ മായം കലർന്ന പാലാണോ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതല്ലെങ്കിൽ പാലേ വേണ്ട? മായം കലരാത്ത സാധാരണ പശുവിന്റെ പാൽ പശുക്കുട്ടിക്ക്. കാര്യം 8 മാസം വരെ പശുക്കറയുള്ള വീട്ടിലെ പശു കറക്കുന്ന ആ 8 മാസം ആകുമ്പോൾ ആ കുട്ടിയെ കൊണ്ട് തള്ള പശു പാൽ കുടിക്കാൻ സമ്മതിക്കോ? ഇല്ല, തട്ടിക്കളയും. കുട്ടിയോട് പറയാം, നീ പോയി പച്ച പുല്ല് തിന്നാൻ പറയാം ജീവിക്കണമെങ്കിൽ. ഈ പാലാണ് നമ്മൾ ഈ 80 വയസ്സോ 60 വയസ്സുള്ള ആൾക്കാർ കുടിക്കുന്നത്. അത് ശരിയാണെന്ന് ഇപ്പോഴത്തെ പഠനങ്ങൾ അംഗീകരിക്കുന്നില്ല. നമ്മൾ കുറെ കാലങ്ങളായി കേട്ടുവരുന്നതും എൻ്റെ വീട്ടിലാണെങ്കിലും പറയുന്ന കാര്യം, പാല് കുടിക്കൂ, കാൽഷ്യം, എല്ലിന്റെ ബലം, ഇതെല്ലാം. ഇതിന് മറുവശമുണ്ട്. ഈ പാലിനകത്ത് നിന്ന് കിട്ടുന്ന കാൽഷ്യം നല്ലതാണ്. പക്ഷെ ഈ കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നത്, ഇതിനൊന്നിനും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ ആരും മനസ്സിലാക്കുന്നുള്ളതാണ്. എന്ത് ഭക്ഷണം കഴിച്ചാലും അതിന് നമ്മൾ കൊടുക്കുന്ന ഇമോഷണൽ കളറാണ് മുന്നേ നിൽക്കുന്നത്.
കഴുത്തിന് താഴെ ഈ ഭക്ഷണം പോയാൽ എന്നാ സംഭവിക്കുമെന്ന് നിങ്ങൾ അതിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എത്ര പേര് അമ്മമാര് പാല് കുടിക്കുന്നതിന് മുമ്പേ ബ്ലഡ് എടുത്തിട്ട് കാൽഷ്യം ചെക്ക് ചെയ്യുന്നു, പാല് കുടിച്ചു കഴിഞ്ഞ ശേഷം ബ്ലഡ് എടുത്ത് കാൽഷ്യം ചെക്ക് ചെയ്യുന്നുണ്ടോ? കാൽഷ്യം കൂടിയത് കാണിക്കാൻ ഇല്ല. അപ്പൊ കാൽഷ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ ഇത് കിഡ്നിക്കകത്താണ് അബ്സോർബ് ചെയ്യുന്നത്. കിഡ്നിയിൽ നിന്ന് ഇത് അബ്സോർബ് ചെയ്യണമെങ്കിൽ വേറൊരു സാധനം കൂടെ നമുക്ക് ആവശ്യമാണ്. പ്രകൃതി എന്നൊരു സാധനമുണ്ട്, ഇതിന്റെ പേരാണ് വൈറ്റമിൻ D3. ഈ സാധനം സിന്തറ്റിക്കലി കിട്ടത്തില്ല. ഇതെവിടെ നിന്ന് കിട്ടുന്നത്? സൂര്യപ്രകാശം. രാവിലെ 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുകയും വൈകിട്ട് വീട്ടിൽ വരികയും ചെയ്യുന്ന കാലസമയത്തിനുള്ളിൽ സുന്ദരന്മാരും സുന്ദരിമാരും കുട പിടിച്ചു പോകുന്ന ആൾക്കാർ, അല്പം പോലും സൂര്യപ്രകാശം ശരീരത്തിൽ എങ്ങും പതിക്കരുതെന്ന ആഗ്രഹത്തിൽ കുടയും പിടിച്ചു പോകുന്ന ആൾക്കാർക്ക് എവിടുന്ന വൈറ്റമിൻ D കിട്ടുന്നത്? അപ്പോൾ വൈറ്റമിൻ D കിട്ടുന്നില്ല. വൈറ്റമിൻ D കിട്ടാത്ത അവസ്ഥയിൽ ഈ പാല് കുടിച്ചു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ശരീരത്തിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന കാൽഷ്യത്തിനെ, വൈറ്റമിൻ ഡിയെ കിഡ്നി വലിച്ച് അവിടെ കൊണ്ടുപോയിട്ട് ഇതിനെ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു വിട്ടപ്പോൾ വളരെ ക്ലവറായിട്ട് ഉണ്ടാക്കിയിട്ടൊരു ഒരു ജീവിയാണ് മനുഷ്യൻ. അനാവശ്യമായിട്ടുള്ള സ്റ്റോറേജ് ബോഡി സംഭവിക്കില്ല. കാൽഷ്യത്തിന്റെ ലെവൽ ബോഡിയിൽ കറക്റ്റ് ആണെങ്കിൽ ബാക്കിയുള്ളതിനെ മുഴുവൻ എലിമിനേറ്റ് ചെയ്ത് കളയും. ഇതാണ് പ്രത്യേകത. അതുകൊണ്ട് ചുമ്മാ പാല് കുടിച്ചുകൊണ്ട് മാത്രമേ കാൽഷ്യം കിട്ടുമെന്നൊന്നും ആൻസല്ല. ബോൺസ് സ്ട്രോങ് ആവണമെങ്കിൽ പച്ചക്കറികൾ കഴിക്കണം, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കണം. ഏറ്റവും ബലമുള്ള ആനിമല്ലേ ആന. എത്ര ലിറ്റർ പാല് കുടിക്കുന്നുണ്ട്? അപ്പം ബലം ഉണ്ടാവണമെങ്കിൽ, ബോൺ സ്ട്രോങ് ആവണമെങ്കിൽ പാല് കുടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി അടുക്കളയിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങളെ പറ്റി ചോദിച്ചു. അങ്ങനെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾക്ക് ഉപരിയായിട്ട് പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം ആവശ്യാനുസരണം യൂസ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി എന്നായിരിക്കും ഞാൻ പറയുന്നത്. ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫാറ്റ്, കൊഴുപ്പ്. ഇന്ന് അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും വലിയ നമ്പർ 1 കില്ലറാണ് കൊഴുപ്പ്, ഫാറ്റ്. ഫാറ്റ് ഈസ് എ കില്ലർ. പലർക്കും ധാരണയുണ്ട് നോൺ വെജിറ്റേറിയൻ ഫുഡ്, ബീഫ് മട്ടനൊക്കെ കഴിക്കുമ്പോൾ കിട്ടുന്ന ഫാറ്റിനെക്കാട്ടി കുറവായിരിക്കും ചിക്കൻ കഴിക്കുമ്പോൾ. വെറുതെയാ, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഫാറ്റിന്റെ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മാസം 1000 മില്ലിഗ്രാം ഫാറ്റിൽ കൂടുതൽ കൂടി കഴിയുമ്പോൾ തന്നെ ക്യാൻസറിന്റെ ഇൻസിഡൻസ്, പ്രോസ്റ്റേറ്റ് ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും ഒക്കെ സ്റ്റഡീസ് പറയുന്നത് 40 to 50% ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. അപ്പം ഫാറ്റ് എന്ന് പറയുന്നത് ഒരു കില്ലർ ഏജന്റാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കാർഡിയാക് പേഷ്യൻസിൽ നിന്ന് ഫാറ്റ് കൊടുക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. അടുത്ത പ്രശ്നം, ഈ ഫാറ്റ് എന്ന് പറയുന്ന, കൊഴുപ്പ് എന്ന് പറയുന്ന, അതാണ് നമ്മുടെ കൊളസ്ട്രോൾ എന്ന് പറയുന്ന ഏജന്റിന്റെ മെയിൻ ബേസിക് ഘടന. എല്ലാ ഹോർമോൺസും, മിക്കവാറും എല്ലാ ക്യാൻസറുകൾക്കകത്തും ഒരു ഹോർമോണൽ ഫാക്ടർ ഉണ്ട്. ബ്രസ്റ്റ് ക്യാൻസറിനകത്ത് ഈസ്ട്രജൻ, ഓവറി ക്യാൻസറിനകത്ത് ഈസ്ട്രജൻ, യൂട്രസ് ക്യാൻസറിനകത്ത് ഈസ്ട്രജൻ, പ്രോസ്റ്റേറ്റ് ക്യാൻസറിനകത്ത് ടെസ്റ്റോസ്റ്റെറോൺ, തൈറോയിഡിനകത്ത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലെങ്കിൽ തൈറോഗ്ലോബ്. അങ്ങനെ പല ക്യാൻസേഴ്സിനകത്തും കൊളസ്ട്രോൾ ആണ് മീഡിയേറ്റർ. ഈ കൊളസ്ട്രോൾ മീഡിയേറ്റർ ആവുമ്പോൾ ഫാറ്റ് വിൽ ഇൻക്രീസ് ദ സ്റ്റിമുലസ് ഫോർ ദി ഹോർമോൺ പ്രൊഡക്ഷൻ. അപ്പം ഫാറ്റ് ഒരു അപകടകാരിയായി. 2, റെഡ് മീറ്റ്. ഈ റെഡ് മീറ്റ് ക്യാൻസർ എങ്ങനെ ഉണ്ടാക്കുന്നത്? റെഡ് മീറ്റ് എന്തുകൊണ്ട് അപകടകാരിയാകുന്നു? റെഡ് കളർ മീറ്റിന് കൊടുക്കുന്നത് ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ ബ്ലഡിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ആവശ്യമാണ്. അത് ഓക്സിജനെ അബ്സോർബ് ചെയ്യുന്നു, നമ്മുടെ ഹാർട്ടിലോട്ട് ബ്ലഡ് കൊണ്ടുപോകുന്നു, തിരിച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും സപ്ലൈ ചെയ്യുന്നു. അങ്ങനെ ഒത്തിരി ഉപയോഗമുള്ളതാണ്. സെല്ലിനകത്തിരിക്കുന്ന ഹീമോഗ്ലോബിൻ വളരെ സേഫാണ്. എന്നാൽ ഇറച്ചി വേവിക്കുമ്പോൾ 100 ഡിഗ്രി സെന്റിഗ്രേഡ് മുകളിൽ വെന്ത് കഴിയുമ്പോൾ ഇതിൽ സെൽ ബ്രേക്ക് ചെയ്യുന്നു. സെൽ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഹീമോഗ്ലോബിൻ പുറത്തു വരും. ഹീമോഗ്ലോബിൻ പുറത്തു വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഇറച്ചിയിലൂടെ അത് ഇൻറ്റസ്റ്റൈനിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് ഇൻറ്റസ്റ്റൈനിന്റെ പ്രൊട്ടക്റ്റീവ് ലെയർ മ്യൂക്കോസ ഉണ്ട്, അതിനെ ബ്രേക്ക് ചെയ്യും. മാത്രമല്ല ഇറച്ചി ഫ്രൈ ചെയ്ത് ബേൺ ചെയ്ത് ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ നൈട്രസമീൻസ് എന്ന് പറയുന്ന ഒരു പോയിസണസ് മെറ്റീരിയൽ അതിന് പുറത്തു വരും. ഈ നൈട്രസമീൻസ് എന്ന് പറയുന്ന പോയിസണസ് മെറ്റീരിയലിന് എൻട്രി എളുപ്പമായി കഴിഞ്ഞു. ഹീമോഗ്ലോബിൻ ചെന്നിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിയും. അപ്പോൾ ഈ വക പ്രോസസ്സൊക്കെ ബോഡിയിൽ ഇറച്ചി കൊണ്ട് സംഭവിക്കുന്നു. അപ്പോൾ ഇതൊരിക്കൽ ലിവറിൽ ചെന്ന് കഴിഞ്ഞാൽ ആ മെറ്റബോളിസം അതെല്ലാം ഇൻവോൾവ് ചെയ്തിട്ട് നമുക്ക് ക്യാൻസറിന്റെ പോസിബിലിറ്റിയെ കൂട്ടുന്നു. കാരണം മറ്റൊന്നും കൊണ്ടുമല്ല, വേസ്റ്റ് മെറ്റീരിയൽസ് ഇൻഡസ്ട്രിയിനകത്ത് സ്റ്റോർഡ് ആയിട്ടിരിക്കുന്ന ഒരു പ്രക്രിയ, മൂവ്മെന്റ്, ഇൻഡസ്ട്രിയൽ മോട്ടിലിറ്റി മീറ്റ് പ്രോഡക്ട്സ് കുറയ്ക്കും. ഈ ഡിഫറൻസ് ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഫൈബേഴ്സ് കൂടുതലുണ്ടായിരിക്കണം. അപ്പം നേച്ചറിന്റെ പ്രൊട്ടക്റ്റീവ് സാധനമാണ് ഫൈബർ. ഇത് നമുക്ക് ആവശ്യമുള്ള സാധനം. എവിടുന്ന ഈ ഫൈബർ കിട്ടുന്നത്? റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് ഫൈബേഴ്സ് ആർ വെജിറ്റബിൾസ്. നമ്മൾ വെജിറ്റബിൾ കഴിക്കാൻ റെഡിയല്ല. ഇപ്പം നിങ്ങൾ യൂറോപ്പിലൊക്കെ പോവുകയും ജോലി ചെയ്യുകയും താമസിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾക്കറിയാം, ഏത് യൂറോപ്യൻ സ്ഥലങ്ങളിലും ഒരു ഡിന്നർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം കഴിക്കുന്നത് ഇറച്ചി മീനുമാണ്.
സാലഡ്. യെസ്. എന്താ സാലഡ് കഴിക്കാൻ കാര്യം? ഈ സാലഡിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആദ്യം പോയിട്ട് ഒന്നാമത് ഇറ്റ് ഫോംസ് എ ബൾക്ക്, വിശപ്പിനെ പകുതി കുറയ്ക്കുന്നു. അതിന് മുകളിലാണ് ഈ പറയുന്ന വൈൻ കുടിക്കുന്നതും അതിന് മുകളിലാണ് ഈ പറയുന്ന ഇറച്ചിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ ഇൻറ്റസ്റ്റൈനിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഓൾറെഡി സാലഡ്സ് വിൽ ഫോം എ ബൾക്ക് ഫോർ ദിസ് വേസ്റ്റ് മെറ്റീരിയൽസ്. ഇറ്റ് വിൽ ത്രോ അവേ ഫ്രം ദ ബോഡി ഇൻ നോ ടൈം. ബോഡി കോണ്ടാക്ട് വളരെ സമയത്ത് കുറയുന്നു. അതുപോലെ ഫൈബർ ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. കാരണം ഇൻസൊല്യൂബിൾ ഫൈബർ ഞാൻ പറഞ്ഞു, സൊല്യൂബിൾ ഫൈബർ ചെയ്യുന്ന വേറൊരു ജോലിയുണ്ട്. അത് ചെന്നിട്ട് ലിവർ ഇസ് എ ഫാക്ടറി ഫോർ ഹ്യൂമൻ ബീയിങ്സ്. എല്ലാ പ്രൊഡക്ഷൻ നടക്കുന്ന ലിവറിനകത്ത്. അവിടെ വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാവും. ഈ വേസ്റ്റ് പ്രോഡക്ട്സിനെ പുറത്തേക്ക് തട്ടിക്കളയാൻ വേണ്ടി, ബൈൽ വഴി കളയാൻ വേണ്ടി ഇൻസൊല്യൂബിൾ ഫൈബർ വിൽ ആക്ട് ലൈക്ക് എ ബ്രൂം. അത് മുഴുവൻ തുടച്ച് പുറത്താക്കി കളഞ്ഞ് ക്ലീൻ ആക്കി തരും. നമ്മുടെ ഭക്ഷണത്തിനകത്ത് ഇൻസൊല്യൂബിൾ ഫൈബറും സൊല്യൂബിൾ ഫൈബറും ഇല്ല എങ്കിൽ നമ്മൾ അപകടത്തിൽ ചാടുവാണ്. കുഞ്ഞുങ്ങളുടെ സ്കൂളിലേക്ക് വിടുന്ന ലഞ്ച് ബോക്സ് കണ്ടാൽ അറിയാം. Unless you don't have fibers, you are creating a new generation where kids are not given the adequate nutrition. അത് വളരെ പ്രശ്നമാണ്. പണ്ട് കാലത്ത് ഞങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നമ്മൾ ചോറ് പൊതിയും കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അല്ലാതെ ഇപ്പൊ കാണിക്കുന്ന പോലുള്ള ചിക്കൻ പീസുകളും പിന്നെ നഗറ്റ്സും പുതിയ പുതിയ ടെർമിനോളജീസ് ആണ്. അത് ആക്ച്വലി വി ആർ ക്രിയേറ്റിംഗ് ട്രബിൾ ഫോർ ദ ചിൽഡ്രൻ ഫോർ ദ ഫ്യൂച്ചർ. ഇനിയും ഇതേപോലെ പ്രശ്നകാരികളാണ് ഓയിൽസ്. നമ്മൾ മനസ്സിലാക്കുന്നില്ല. പലതരത്തിലുള്ള ഓയിലുകളും ബോഡിയിൽ അപകടം ഉണ്ടാക്കുന്നുണ്ട്. അത് ഇൻക്രീസ് ദ കൊളസ്ട്രോൾ. ഇതൊന്നും അടുക്കളയിൽ നിന്ന് മാറ്റണമെന്നല്ല പറഞ്ഞതിൻ്റെ ഉദ്ദേശം. അടുക്കളയിൽ നമ്മൾ ഫുഡ് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ ഹെൽത്ത് കൊടുക്കുന്നു എന്ന് അറിയണം. നിങ്ങൾക്കറിയാം, എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളും ഓരോ പ്രയോജനങ്ങളും ദോഷങ്ങളും ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പ്രയോജനകരാതിയിൽ പോകണമെങ്കിൽ ആ സാധനങ്ങൾ ആഡ് ചെയ്യണം. വേറെ നല്ലൊരു എക്സാമ്പിളാണ് പച്ചക്കറികൾ. പച്ചക്കറികൾക്കകത്തും ഫ്രൂട്ട്സിനകത്തും എന്താണുള്ളത്? അതിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് റെഡ് കളേർഡ് ഫ്രൂട്ട്സ്, ഗ്രീൻ, ഏത് കളറുള്ള, അത് വാട്ടർമെലൺ ആയിക്കോട്ടെ, ടൊമാറ്റോ ആയിക്കോട്ടെ, ബീട്രൂട്ട്, ക്യാരറ്റ്, എന്തുമായാലും ഇതിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് കെമിക്കൽ റിയാക്ഷൻ നമുക്ക് ഓക്സിഡേഷൻ സംഭവിക്കുന്ന സ്ഥലത്ത് നമുക്ക് അതിനെ പ്രൊട്ടക്ഷൻ തരും. ഡോക്ടർ, ഒരു സംശയം ചോദിച്ചിട്ട്, ആന്റി ഓക്സിഡന്റ് കഴിക്കണമെന്ന് നമ്മൾ എപ്പോഴും ഇപ്പോൾ അടുത്തിടെ വായിച്ചു വരുന്നു. ശരിക്കും എന്താണ് ഈ ഓക്സിഡേഷൻ പ്രോസസ്? എന്തിനാണ് ആന്റി ഓക്സിഡന്റ്? ബോഡിയിലുള്ള കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുമ്പോൾ ഒരു റാഡിക്കൽ, ഓക്സിജൻ റാഡിക്കൽ, ഫ്രീ റാഡിക്കൽ അവിടെ ഉണ്ടാവും. എല്ലാ കെമിക്കൽ റിയാക്ഷൻ വാട്ടർ മീഡിയേറ്റഡ് ആണ്. അവിടെ ഈ ഫ്രീ റാഡിക്കൽ ഉണ്ടാവും. ഈ ഫ്രീ റാഡിക്കലായിട്ടിരിക്കുന്ന ഓക്സിജൻ ബോഡിയിൽ നിന്ന് എലിമിനേറ്റ് ആകപ്പെടണം. അത് കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമാണ്. ഇത് അവിടെ ഇരുന്നാൽ ഇറ്റ് വർക്ക്സ് ലൈക്ക് പിരാന ഫിഷ് ഫോർ ദി ബ്ലഡ് വെസൽസ്. ഇതിനെ കളയാൻ നേച്ചർ തന്നേക്കുന്ന ഏറ്റവും വലിയ സാധനമാണ് ഈ ആൻറ്റി ഓക്സിഡൻസ്. നമ്മുടെ ഭക്ഷണ സാധനങ്ങൾക്ക് അത് സാലഡ്സോ റോ വെജിറ്റബിൾസോ അതല്ലെങ്കിൽ ഫ്രൂട്ട്സോ വളരെ കുറവാണ്. അപ്പോൾ ചോദിക്കുമായിരിക്കും, എല്ലാം പൊല്യൂട്ടഡ് അല്ലേ ചോദിക്കുമായിരിക്കും. പൊല്യൂഷൻ ഒരു ഭാഗമാണ്, നമ്മളതിന് പരിഹാരം ഉണ്ടാക്കണം. പക്ഷേ ഇത് ഭാഗമായിട്ട് മാറണം. എങ്കിൽ മാത്രമേ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. പൊല്യൂഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചോദിച്ചോട്ടെ. വെള്ളം പരിശുദ്ധമായ വെള്ളം അല്ല ഇപ്പോൾ പലയിടങ്ങളിലും കിട്ടുന്നത്. ഈ വെള്ളം, നല്ല വെള്ളം കുടിക്കാത്തത് കൊണ്ട് അതും ഒരു കാരണമായി മാറാം. കൊച്ചി നിവാസികൾ കിട്ടുന്ന വെള്ളം പെരിയാറ്റിൽ നിന്നാണ് എല്ലാവർക്കും അറിയാം. പെരിയാറ്റിലുള്ള കംപ്ലീറ്റ് എല്ലാ ഫാക്ടറികളുടെയും വേസ്റ്റ് വിടുന്നത് പെരിയാറ്റിലാണെന്നും എല്ലാത്തരം പോയിസണസ് സാധനം ഉണ്ടെന്ന് നമുക്കറിയാം. അത് സർക്കാർ തലത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ വിടുന്ന എല്ലാ നോക്ഷ്യസ് ഏജൻസും എൻഡോസൾഫാനോ ഫ്യൂറിഡാനോ മാത്രമല്ല, ഈ കെമിക്കൽ വേസ്റ്റേജ് ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഒക്കെയും ക്യാൻസർ ഉണ്ടാക്കാൻ കഴിവുള്ളതാണ്. ആദ്യമേ ഞാൻ കാർസിനോജനെ പറ്റി പറഞ്ഞിരുന്നു. ക്യാൻസറിന് നിദാനമാക്കാൻ സാധ്യതയുള്ള ഏത് ഏജന്റും കാർസിനോജനാണ്. ജനറ്റിക് ചേഞ്ച് ഉണ്ടാക്കാൻ കഴിവുള്ള മെറ്റീരിയൽസ് ആണ് ഈ പുറത്തേക്ക് വരുന്ന പോയിസണസ് മെറ്റീരിയൽ, വേസ്റ്റ് പ്രോഡക്ട്സ്. ഇതിന് പരിഹാരം ഉണ്ടാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മലയാളി പഴപ്പിൽ അവകാശത്തെ പറ്റി പറയാറുണ്ട്. 1 രൂപയ്ക്കുള്ള അരി കിട്ടാൻ വേണ്ടി ക്യൂ നിന്നിട്ട് അത് അവകാശമാണ്. പുറത്തിറങ്ങിയിട്ട് 200 രൂപ കൊടുത്ത് ബീഫ് വാങ്ങിക്കാൻ യാതൊരു സങ്കടവും ഇല്ല. ബീഫ് വാങ്ങിക്കരുന്നല്ല, പൈസ വാങ്ങിച്ചോട്ടെ, ഞാൻ അതിനെതിരല്ല. എന്നാൽ ഈ 1 കിലോ ബീഫിലുള്ളതിനേക്കാൾ കൂടുതൽ പ്രയോജനം 1 കിലോ പയറിലുണ്ടെന്നുള്ള അറിവ് അവർക്കുണ്ടാവണം. അതിൽ കൂടുതൽ ബയോളജിക്കലി അവൈലബിൾ പ്രോട്ടീൻ ഇരിക്കുന്നത് പയറിനകത്താണ്, പയർവർഗ്ഗങ്ങളിലാണ്. ഇത് മാറ്റം ഉണ്ടാക്കണം. ഈ മാറ്റമാണ് നമുക്ക് ആവശ്യം. കുഞ്ഞുങ്ങളിലോട്ട് ജങ്ക് ഫുഡ് കൊടുത്തു വിടുമ്പോഴും അവരെ ജങ്ക് ഫുഡിന് പ്രേരിപ്പിക്കുമ്പോഴും അടുക്കളയിൽ പരിഹാരങ്ങൾ ഉണ്ടാക്കാവുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഉള്ളപ്പോഴും ചിന്തിക്കണം. ഫുഡ് ഈസ് എ ബിഗസ്റ്റ് കോസ് ഫോർ ക്യാൻസർ. ഭക്ഷണക്രമങ്ങളിലുള്ള വ്യത്യാസം മലയാളികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പഴയ അടുക്കളകളും പഴയ രീതിയിലുള്ള ഭക്ഷണങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ അവർ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ കറീസ്, ഇന്ത്യൻ മസാലാസ്.
മഞ്ഞൾ, ജിഞ്ചർ, കുർക്കുമിൻ ഉള്ള മഞ്ഞളിലെ കുർക്കുമിൻ, പെപ്പർ, ചില്ലീസ്, ഇതെല്ലാം ആന്റി ക്യാൻസർ കേരളത്തിന് തനതായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് പക്ഷെ നമ്മൾ കൃഷി ചെയ്യാൻ താല്പര്യമില്ലാത്ത മലയാളി എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും? അപ്പൊ അടുക്കളയിൽ എന്ത് ചെയ്യണം, എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് അങ്ങിപ്പോൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ലൈഫ് സ്റ്റൈലിൽ കുറേയേറെ മാറ്റങ്ങൾ വരുത്താനുണ്ട്. ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, എക്സർസൈസ് തുടങ്ങി കുറച്ച് കാര്യങ്ങൾ കൂടി അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. വരും ആഴ്ചകളിൽ ഡോക്ടർ തോമസ് വർഗീസ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ക്യാൻസർ, ഡയറ്ററി ചേഞ്ചസ് തുടങ്ങിയ കുറേ വിഷയങ്ങളെക്കുറിച്ച് വരും എപ്പിസോഡുകളിൽ സംസാരിക്കുന്നതാണ്. ഇതുവരെ ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് ഡോക്ടറിന് നന്ദി പറയുന്നു. താങ്ക് യു.